നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിനെ നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാൺ സാഹിത്യ എന്നുള്ള പുസ്തകത്തിൻ്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായ ടിപ്പുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാബയ്ക്കാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരാനുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിനെ നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാൺ സാഹിത്യ എന്നുള്ള പുസ്തകത്തിൻ്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായ ടിപ്പുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാബയ്ക്കാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരാനുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിനെ നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്.
അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാൺ സാഹിത്യ എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെയുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്ടിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിന് നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാൺ സാഹിത്യ എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെയുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്ടിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിന് നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാൺ സാഹിത്യ എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെയുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ
നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിനെ നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാസാഹിത്യ എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെയുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞ ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിനെ നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാസാഹിത്യ എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെയുള്ള സമയത്ത് പറയാൻ തോന്നുന്നത്. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞ ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിനെ നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി ഒന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാസാഹിത്യ എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം
ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെ ഉള്ള സമയത്ത് പറയാൻ തോന്നുന്നു. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിന് നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി വന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ മാത്രമല്ല, ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാണശേഖരത്തെ എന്നുള്ള പുസ്തകത്തിൻ്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെ ഉള്ള സമയത്ത് പറയാൻ തോന്നുന്നു. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസ് പീരീഡിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പറഞ്ഞുള്ള ഇഷ്ക് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസും ഉള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്കിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിന് നമ്മൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി വന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ മാത്രമല്ല, ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാണശേഖരത്തെ എന്നുള്ള പുസ്തകത്തിൻ്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെ ഉള്ള സമയത്ത് പറയാൻ